ഒപ്പം തന്നെ നമ്മുടെ ഈ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് കൂട്ടിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ടി.പി. ആലിക്കുട്ടി ഗുരുക്കളെയും അതുപോലെ തന്നെ സൈഫാമിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്ന പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ മാഷ്, അതുപോലെ തന്നെ കൂട്ടിന്റെ ചെയർമാൻ സലാമോട്ടി അടക്കമുള്ള ഒരുപാട് വേദിയിൽ കൂട്ടിന്റെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കൂട്ടിന്റെ മുൻ ബർഷാത്ത് ബാരിസ്, അതായത് മഴ പെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ഇന്നൊരു സംഗീതത്തിന്റെ മഴ പെയ്യാണ്. എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും വേണ്ടി ഔദ്യോഗികമായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടിന്റെ ഭാരവാഹികൾക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് എല്ലാവരും കയ്യടി കൊടുത്താണ്. കാരണം കൊറോണയ്ക്ക് ശേഷം വളരെ 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 ചുരുങ്ങിയാണ് നമ്മളൊക്കെ കൂട്ടുന്നത് സാധാരണയായിട്ട്. അപ്പൊ ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച് ഇവരെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടോ ഒരിക്കൽ കൂടി കയ്യടി നമുക്ക് എല്ലാവരും. കാരണം ഇങ്ങനത്തെ പരിപാടി സാധാരണ പാട്ടുപാടിയായിട്ട് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ പാട്ടുപാടി നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് പോകും. അപ്പൊ അതുകൊണ്ട് പാടുന്നില്ല, എല്ലാവരും കൂടി ഒന്നുകൂടെ കയ്യടിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നാട്ടുകാരെയും കൂട്ടുകാരൊക്കെ വിട്ടുപിരിഞ്ഞ് നമ്മൾ ഈ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഈ പ്രവാസികൾ. ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരല്പം നേരം നമ്മുടെ പഴയ നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ കാണാൻ കിട്ടിയ ഒരു അവസരം, അത് കൂട്ട് സംഘടിപ്പിച്ച ബർസാത്ത് എന്ന ഈശ്വരാവിലൂടെ നമ്മളിത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങളുടെ പഴയ കൂട്ടുകാരെയും നാട്ടുകാരെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം ഫീൽ ആയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ പലരുടെ മുഖത്ത് അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കൂട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളോട് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വെറും പാട്ടും പേത്തും ഈ കളികളൊക്കെ ആയിട്ട് മാത്രം നടന്നാൽ മതിയാണ്, ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ കൂട്ടിടപെടാത്തത്? പക്ഷെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവരോട് പറയാനുള്ളത്, നമ്മൾ കൂട്ട് എന്ന ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പുതുപ്പറമ്പ് നന്നാക്കാനോ അല്ലെങ്കിൽ പുതുപ്പറമ്പുകാരൻ നന്നാക്കാനോ അല്ല, മറിച്ച് നമ്മൾ UAE താമസിക്കുന്ന പുതുപ്പറമ്പുകാരായ ഈ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടാനും ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും നമുക്ക് സൗഹൃദ ബന്ധങ്ങൾ നമ്മൾ വിട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കളെയും ദുബായിലും അബുദാബിയിലും ഒക്കെ എല്ലാവരെയും ഒത്തുചേർപ്പിച്ചുകൊണ്ട് നമ്മുടെ പഴയ കൂട്ടുകാരോടുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്ന് മാത്രമാണ് ഈ കൂട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ അവാർഡ് നൽകപ്പെടുന്നത് അല്ലെങ്കിൽ സ്വീകർത്താവ് നമുക്കൊക്കെ പ്രിയപ്പെട്ട കലാകാരൻ, മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട സൈഫ ഖാനാണ്. ആ അവാർഡിന് മുന്നേ പറയേണ്ടത് ആരുടെ പേരിലാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. ബഹുമാന്യനായ മർഹൂം ടി.പി. ആലിക്കുട്ടി ഗുരുക്കളുടെ പേരിലാണത്. അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അത്ര പരിചയം കാണില്ല. പക്ഷേ പഴയ തലമുറയിൽ മാപ്പിളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തനിമയുള്ള മാപ്പിളപ്പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയും. പിന്നണി ഗാനരംഗത്തെ പ്രസിദ്ധ ഗായകർ ഉൾപ്പെടെ, യേശുദാസ് ഉൾപ്പെടെയുള്ള, ഉണ്ണിമേനോൻ ഉൾപ്പെടെയുള്ള, മാർക്കോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകർ അദ്ദേഹത്തിൻ്റെ വരികൾക്ക്, ടി.പി. ആലിക്കുട്ടി ഗുരുക്കളുടെ വരികൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. പ്രസിദ്ധമായ പാട്ട് സുരലോക മണിഹൂറുൽ സാനികളെ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. നമ്മുടെ നാട്ടിലെ ബാസ്ക് ക്ലബിൽ വെച്ച് അതിൻ്റെ വരികൾ എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മളൊക്കെ സാക്ഷികളായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാടുമായിട്ട് മർഹൂം ആലിക്കുട്ടി ഗുരുക്കൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് നാട്ടിൽ പല ദേശങ്ങളിൽ സഞ്ചരിച്ച് നാട്ടിലെത്തിച്ചേർന്ന ഒരു വലിയ കലാകാരൻ, നമ്മുടെ നാട്ടിൽ കുറേ കാലം നമ്മളോടൊപ്പം ജീവിച്ച ഒരു വലിയ കലാകാരൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത്. ഗുരുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നിതാന്ത സഞ്ചാരിയായിരുന്നു. ഒരു ദേശത്ത് കുറേ കാലം അദ്ദേഹം നിൽക്കാറില്ല. ഒരു ഹാർമോണിയവും കുറച്ച് ആളുകളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ സഞ്ചാരത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുകയും കുറേ കാലം നമ്മുടെ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത്, നമ്മുടെ സലാമിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ ഖയുടെ കൂടെ കൂടുകയും അവരൊരുമിച്ച് കുറേ കാലം നമ്മുടെ നാട്ടിൽ സംഗീതവും പാട്ടും കോൽക്കളിയും മറ്റുമൊക്കെയായിട്ട് കുറേ കാലം നമ്മോടൊപ്പം ചിലവഴിക്കുകയുണ്ടായിട്ടുണ്ട്.
ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ഉസ്താദ്, അധ്യാപകൻ എന്നൊക്കെയാണല്ലോ അർത്ഥം. അദ്ദേഹം പലതിൻ്റെയും ഗുരുക്കളായിരുന്നു. ആയോധന കലാകാരനായിരുന്നു, എന്നുവെച്ചാൽ കളരിപ്പായത്തിൻ്റെ ഒരു ഉസ്താദായിരുന്നു. സംഗീതജ്ഞനായിരുന്നു. ഹാർമോണിയം നല്ല രീതിയിൽ വായിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അന്നലേക്ക് അദ്ദേഹം ഒരു ഗായകനായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരു മാപ്പിളപ്പാട്ട് രചയിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വലിയ റിയാലിറ്റി ഷോകളിൽ, കൈരളി, ഏഷ്യാനെറ്റ് അതുപോലെയുള്ള വലിയ വലിയ ചാനലുകളിൽ മത്സര പരിപാടികൾ, മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട മത്സര പരിപാടികൾ നിരന്തരം നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴൊക്കെയും വിധികർത്താക്കൾ ഈ പേര് പരാമർശിക്കാറുണ്ട്, TP ആലിക്കുട്ടി ഗുരുക്കൾ. നമുക്ക് അഭിമാനിക്കാം, അദ്ദേഹം നമ്മുടെ നാട്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത്. നമ്മുടെ അവാർഡ് സ്വീകരിക്കുന്നതാവട്ടെ പ്രവാസ ലോകത്ത് നമ്മുടെ നാട്ടുകാരൻ പ്രിയപ്പെട്ട സൈഫാക്കാൻ എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു വ്യക്തി. സംഗീതത്തെ ഇത്രമാത്രം ചെറുപ്പം മുതൽ അദ്ദേഹം TP ആലിക്കുട്ടി ഗുരുക്കളുടെ കൂടെയും മറ്റു പലരുടെ കൂടെയും കുറേയേറെ സഞ്ചരിച്ച് അവരിൽ നിന്നൊക്കെ പാട്ട് പഠിച്ച് പിന്നെ പ്രവാസ ലോകത്ത് എത്തിപ്പെട്ട് ഇവിടെ സാധാരണ ഒരു കലാകാരന് വിദേശത്തൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി മറ്റു കാര്യങ്ങൾ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ സംഗീതത്തെ കൈവിടാതെ, കലയെ കൈവിടാതെ ജീവിതത്തോടൊപ്പം കൂട്ടിയ ഒരു വലിയ കലാകാരനാണ് സൈഫാക്കാൻ പുതുപ്പറമ്പ്. ഈ പുതുപ്പറമ്പ് എന്നുള്ള പേര് അദ്ദേഹം തൻ്റെ നാമത്തോടൊപ്പം ചേർത്ത് അഭിമാനപൂർവ്വം എല്ലായിടത്തും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഡിയോയിലൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് സൈഫാക്കാൻ. അപ്പോഴേക്കും പുതുപ്പറമ്പ് എന്ന നാമം അദ്ദേഹം എപ്പോഴും സ്വന്തം പേരിനോട് ചേർത്ത് പറയുകയും അഭിമാനം കൊള്ളുകയും. ഒരു നാളിച്ചാരത്ത് അന്നേരം തീർക്കാമീ പാറിയൊരു ജന്മത്ത് കരളെ പറന്നെത്താ ഒരു നാളിച്ചാരത്ത് അന്നേരം തീർക്കാമീ പാറിയൊരു ജന്മത്ത് ഇത്തമ്മേരി ആയിരകന്നല്ലോ കൽമകം കൊണ്ട് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ മാണിക്കല്ലേ ഞാൻ നിന്നെ മറന്നില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ നേരില്ല കുട്ടിത്തമ്മേരി ആയിരകന്നല്ലോ കൽമകം കൊണ്ട് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ.
പൂവുണ്ട് അരിവളകൾ ചേർന്ന് ज़माना खराब है बेनकाब ज़माना खराब है और उसमें ये सवाल ज़माना खराब है ज़माना खराब है കല്യാണ പെണ്ണല്ലേ 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 യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം ഇതാ വരുന്നേ മാനവിക വരുന്നേ ഇതാ വന്ന പുതുമാന ഇതാ വരുന്നേ പൊട്ടിച്ചിരികള മാന കൊടുക്കണ വട്ടത്തിൽ പൊങ്ങിക്കൊള്ളിക്കണം പെണ്ണിന്റെ മാനം വരുന്നേ ഇതാ വരുന്നേ മാനവിക വരുന്നേ ഇതാ വന്ന പുതുമാന ഇതാ വരുന്നേ താളം താളം മറക്കൊണ്ടു വീശി നടക്കുന്ന നഗരിലും നഗരിലും തിന്നോ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതളിരക്കം ചിന്തിയ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതളിരക്കം ചിന്തിയ റളിയല്ലാഹു അൻഹു സുഹനാക്കളെ റളിയല്ലാഹു അൻഹു സുഹദാക്കളെ ബദറിൽ ഷഹീദായ സുഹദാക്കളെ ബദറിൽ ഷഹീദായ സുഹദാക്കളെ ബദറിൽ ഷഹീദായ സുഹദാക്കളെ ബദറിൽ ഷഹീദായ സുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലിരക്കം ചിന്തിയ ബദരീങ്ങളെ Hey
കുളിച്ച കണ്ണാലെ എന്നെ കുളിയ പൂവോടെ ചുറ്റിനകത്തില് പത്തനകത്തില് പത്തനമൈത്തൊരു പത്തനകത്തില് ഉത്തരവിയുന്ന ജന്മരോഗമരാതിയ വിളക്കുള്ളിയ അക്കരകത്തില് ചിക്കറിയുന്ന ചുറ്റിനകത്തില് പത്തനകത്തില് പത്തനമൈത്തൊരു പത്തനകത്തില് ഉത്തരവിയുന്ന ജന്മരോഗമരാതിയ ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിരൽ രാഷ്ട്രീയം. പക്ഷേ എത്ര നിശബ്ദരാക്കിയാൽ ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നെ പറ്റൂ. കാരണം ഈ രാജ്യം ഒരു തന്നെ തങ്ങളുടെ വകയല്ല. കുടുംബാംഗങ്ങളോട് എല്ലാവരോടുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ആസ്വദിച്ചു എന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും സംഗമിക്കാം. താങ്ക് യു.